ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിനും വിജയത്തിനും റൊമാൻസിന് വലിയ പങ്കുണ്ടെന്നറിയാമോ? ചില ദമ്പതിമാർക്കിടയിൽ റൊമാൻസിൻ്റെ അളവ് വളരെ കുറവായി കണ്ടുവരാറുണ്ട് അല്ലേ? എന്നാൽ ചില പുരുഷന്മാരാവട്ടെ സ്ത്രീകളോടൊന്ന് റൊമാൻറ്റിക്കായി പെരുമാറിയാൽ തങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടും എന്ന് വെച്ച് അതിനെ മാറ്റി നിർത്തുന്നവരുമുണ്ട്. പരസ്പരം ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ബഹുമാനം കുറയുന്നതിന് പകരം വർദ്ധിക്കുകയുള്ളെന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ ചില സ്ത്രീ പുരുഷനാവട്ടെ ഒന്ന് റൊമാൻറ്റിക്കായി പെരുമാറിയാൽ പരസ്പരം കളിയാക്കുന്ന ഒരവസ്ഥയും കണ്ടുവരാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം റൊമാൻസിന് പ്രായം ഒരു തടസ്സമല്ല എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജീവിതത്തിൽ റൊമാൻസ് മരണം വരെ നിലനിർത്തേണ്ട ഒരു കാര്യം കൂടിയാകുന്നു. ജീവിതത്തിൽ രണ്ടുപേരും റൊമാൻസ് ഒരേപോലെ ആസ്വദിക്കുമ്പോൾ അവരുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും അല്ലേ? അതേപോലെ ദാമ്പത്യ ജീവിതം എത്ര മനോഹരവും ആനന്ദകരവും അനുഭൂതി നിറഞ്ഞതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കും വേണം റൊമാൻസ് നിറഞ്ഞ ഒരു ജീവിതം. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പരസ്പരം ആശയവിനിമയം. ഏത് കാര്യത്തെയും കുറിച്ച് പങ്കാളിയുമൊത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി. അതുപോലെ തിരക്കേറിയ ജീവിതത്തിനകത്ത് പങ്കാളിമൊത്ത് ചെലവഴിക്കാൻ കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അതുപോലെ പരസ്പരമുള്ള യാത്രകൾ, കളിയും ചിരിയും തമാശകളും പറഞ്ഞിട്ടുള്ള യാത്രകൾ, അതുപോലെ ഒരുമിച്ചുള്ള പാചകങ്ങൾ, സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുക, അപ്രിഷിയേഷൻ നൽകുക. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ചെറിയ കാര്യത്തിന് പോലും അവരെ അപ്രിഷിയേഷൻ ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. അതേപോലെ തന്നെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ റൊമാൻസ് വർദ്ധിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അത് ബെഡ്റൂമിനകത്ത്. അതുപോലെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളും അതിലപ്പുറവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം റൊമാൻസ് നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കുക. നാം ഒന്നോർക്കുക, ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ വിജയമാണെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക.